Welcome to RK's Stories. മടിക്കേരിയിലെ നിഗൂഢതകൾ ഭാഗം 12. രചനയും അവതരണവും രഘുദാസ് കാട്ടുങ്കൽ. തോട്ടത്തിൽ നിന്നും ജഗത്ത് തിരികെ എത്തുമ്പോൾ മീരയും അജയേന്ദ്രനും അവന്റെ കൂടെ ഉണ്ടായിരുന്നില്ല. ശ്രാവണി തുറന്നു കൊടുത്ത വാതിലിലൂടെ ധൃതി പിടിച്ച് അകത്തേക്ക് കയറി വന്ന അവനെ കണ്ട് അവളുടെ മുഖം ചൊളിഞ്ഞു. മിലി എവിടെ? അവൻ ചോദിച്ചു. അവള് മുറിയിലുണ്ട്. എന്താടാ ജഗ്ഗു? അവൾ ചോദിക്കുമ്പോഴേക്കും ക്രച്ചസ് നിലത്ത് കുത്തുന്ന ശബ്ദം അവർ കേട്ടു. പിന്നാലെ മിലിയും ഹാളിലേക്ക് എത്തി. അവളെ കണ്ടതും അവൻ അവളുടെ അടുത്തേക്ക് ചെന്നു. മിലു, നീ വേഗം ഒന്ന് റെഡിയാക്ക്, നമുക്കേ നരേന്റെ ഓഫീസ് വരെ ഒന്ന് പോണം, അവന് എന്തോ സംസാരിക്കാനുണ്ടെന്ന്. അവളുടെ കണ്ണുകൾ ഉത്കണ്ഠയാൽ വിടർന്നു. പേടിക്കാനൊന്നുമില്ല, അന്നാ തോട്ടത്തിൽ വെച്ചേ സൈനൈഡ് അടിച്ചവനെ കുറിച്ച് എന്തോ സംസാരിക്കാനാ. ജഗത്ത് അവളെ ആശ്വസിപ്പിച്ചു. അതിന് ഇവള് വരുന്ന എന്തിനാടാ? ശ്രാവണി സംശയത്തോടെ അവനെ നോക്കി. അറിയില്ല, അവൻ പറഞ്ഞു ഇവളെയും കൂട്ടാൻ. അവൻ മിലിയോടായി പറഞ്ഞു. നീ വേഗം റെഡിയാകും. അവൾ തിരികെ മുറിക്കകത്തേക്ക് കയറി വാതിലടച്ചു. ഇനിയിപ്പോ അടുത്ത പ്രശ്നങ്ങൾ തുടങ്ങാനാവോ ജഗ്ഗു? ആശങ്ക വിട്ടൊഴിയാത്ത ശ്രാവണിയുടെ കണ്ണുകൾക്ക് മുന്നിൽ അവൻ അല്പനേരം നിശബ്ദനായി. എന്തൊക്കെയായാലും ഇതിനൊരു അവസാനം കണ്ടെത്തിയല്ലേ ഒക്കുസ്രാവി. എനിക്കാണെ മുരടിച്ചു കിടക്കുന്ന മനസ്സിന് പുതിയൊരു ഉന്മേഷം കിട്ടിയ പോലെയാ. ആശങ്കയിൽ നിന്നും കുസൃതിയിലേക്ക് അവളുടെ കണ്ണുകൾ നിമിഷ നേരം കൊണ്ട് ചുവടുമാറി. അത് മിലിയുള്ളത് കൊണ്ടോ അതോ പുതിയൊരു കേസ് കിട്ടിയതുകൊണ്ടാണോടാ? അവളുടെ കുസൃതി ആസ്വദിക്കും പോലെ അവനും ചിരിച്ചു. രണ്ടും കാരണങ്ങളാണ്. അവന്റെ ചുണ്ടിൽ നിന്നും പകർന്നു കിട്ടിയ ചിരിയോടെ അവൾ തല കുലുക്കി. വാതിൽ തുറക്കുന്ന ശബ്ദം അവരുടെ ശ്രദ്ധയെ അങ്ങോട്ടേക്ക് തിരിച്ചു. ക്രച്ചസ് നിലത്ത് കുത്തി മിലി പുറത്തേക്ക് ഇറങ്ങി വന്നു. ഒരു ചന്ദന കളറിന്റെ ഫ്രോക്കിലേക്കും ബ്ലാക്ക് ടോപ്പിലേക്കും നടത്തിയ വേഷപ്പകർച്ചയോടൊപ്പം മെസ്സി ബൺ സ്റ്റൈലിൽ ഉയർത്തിക്കെട്ടിയ മുടിയുടെ ഇഴകളിൽ ചിലത് അവളുടെ നെറ്റിയുടെ ഇരുവശത്തും വീണ് കിടപ്പുണ്ടായിരുന്നു. ആ കാഴ്ചയിൽ മനസ്സുടക്കിയ അവന്റെ ചുണ്ടുകൾ ചിരിക്കുകയും കണ്ണുകളിൽ സ്നേഹം നിറയുകയും ചെയ്തു. ആ കണ്ണുകളിലെ അഭിനന്ദനം തിരിച്ചറിഞ്ഞ മിലിയുടെ മുഖവും തൊടുത്തു. അതെ, രണ്ടും കൂടി ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കി നിൽക്കാതെ വേഗം പോയിട്ട് വരാൻ നോക്കിയേ. ശ്രാവണിയുടെ ശബ്ദം ഉണർത്തിയപ്പോ ജഗത്ത് ധൃതി പിടിച്ച് പുറത്തേക്ക് ഇറങ്ങി. മിലി നമ്രമുഖിയായി അവന് പിന്നാലെ നീങ്ങിയെങ്കിലും ശ്രാവണിയുടെ അടുത്തേക്ക് എത്തിയപ്പോൾ അവൾ മുഖമുയർത്തി ശ്രാവണിയുടെ കവിളിൽ ഒന്ന് ഉമ്മ വെച്ചു. മതി സോപ്പ്. അവൾ കളിയാക്കിയപ്പോ ഉമ്മ വെച്ച കവിളിൽ ഒന്ന് നുള്ളിയിട്ട് മിലിയും പുറത്തേക്ക് ഇറങ്ങി. തോട്ടത്തിലേക്ക് പോകാൻ ഉപയോഗിക്കുന്ന ജീപ്പാണ് ജഗത്ത് നരേന്റെ ഓഫീസിലേക്ക് പോകാനും എടുത്തത്. കോ ഡ്രൈവർ സീറ്റിലേക്ക് കയറിയിരിക്കാൻ മിലിയെ സഹായിച്ചിട്ട് അവൻ ജീപ്പിന് മുന്നിൽ കൂടെ അപ്പുറം വന്ന് ഡ്രൈവർ സീറ്റിലേക്ക് കയറിയിരുന്നു. ഡീ പെണ്ണേ, നിന്നെ ഞാൻ കെട്ടിക്കോട്ടെ. വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതിനിടയിൽ പെട്ടെന്നുള്ള അവന്റെ ആ ചോദ്യത്തിൽ പ്രതികരണശേഷി നഷ്ടപ്പെട്ട് അവൾ മിഴിച്ചിരുന്നു. ഹലോ. അവളുടെ കൺമുന്നിൽ അവൻ വിരലൊന്നും ഞൊടിച്ചു. ചോദിച്ചത് കേട്ടില്ലേ മിലൂസേ? കേട്ട വാക്കുകൾ നൽകിയ സന്തോഷവും എന്തിനെന്നറിയാത്തൊരു സങ്കടവും ഒരുമിച്ച് വന്നപ്പോ ശബ്ദം തൊണ്ടയടഞ്ഞതുപോലെ അമർന്നുപോയി. എന്നിട്ട് എന്താ അതിന്റെ മറുപടി? മറുപടി പറഞ്ഞാലേ മനസ്സിലാവുകയുള്ളൂ. അവളുടെ ആ ചോദ്യത്തിൽ അടങ്ങിയിരുന്ന മറുപടി മനസ്സിലാക്കിയ അവൻ മുഖം നീട്ടി അവളുടെ കവിളിൽ ചുണ്ടമർത്തി. ഒരു വസന്തം വിടരും പോലെ അവൾ ചിരിച്ചു. അവൻ ജീപ്പ് പുറത്തേക്കെടുത്തു. അനു വരുന്നത് എന്തിനൊന്നറിയില്ല. പക്ഷെ അമ്മയുടെ ആഗ്രഹം അവളെ ഞാൻ കെട്ടണമെന്ന. അതൊരിക്കലും നടക്കില്ല. അവൾ വരും മുന്നേ നമ്മുടെ വിവാഹം നടക്കണമെന്ന എന്റെ ആഗ്രഹം. അവൻ പറയുന്നതും കേട്ട് അവൾ നിശബ്ദയായി ഇരുന്നതേയുള്ളൂ. ഇവിടെ അടുത്തേ ഒരു ഓംകാരേശ്വര ടെമ്പിൾ ഉണ്ട്. അവിടെ വെച്ചാക്കാം വിവാഹം. കുറച്ച് ആൾക്കാർ മതി. നിനക്ക് ആരോടെങ്കിലും പറയാനുണ്ടെങ്കിൽ ആകാം. നാട്ടിൽ ആ സനിക അറിയിക്കണമെങ്കിൽ അറിയിക്കാം. പക്ഷെ തറവാട്ടിൽ അറിയിക്കരുതെന്ന് പ്രത്യേകം പറയണം. അവൾ തല കുലുക്കി. വിവാഹത്തിന് ഞാൻ ധൃതി പിടിക്കുന്നതിന് മറ്റൊരു കാരണം കൂടിയുണ്ട് മിലു. ഇനി അങ്ങോട്ടുള്ള നമ്മുടെ യാത്രയില് എന്തൊക്കെ അപകടങ്ങളാ കാത്തിരിക്കുന്നത് എന്നെനിക്കറിയില്ല. പക്ഷെ യാതൊന്നിന്റെ പേരിലും എന്നിൽ നിന്നും നിന്നെ അകറ്റി നിർത്തുവാൻ ആർക്കും കഴിയരുത്. മനസ്സിലായോ? അതിനും അവൾ തല കുലുക്കി. എന്റെ കുഞ്ഞെ, ഇങ്ങനെ തല കുലുക്കാതെ എന്തേലും ഒന്ന് പറയ്. ഉള്ളിലെ സന്തോഷം വാക്കുകൾക്ക് അതീതമാണെന്ന് അവന്റെ കൈ കവർന്നെടുത്ത് നൽകിയ ചുംബനത്തിലൂടെ അവൾ അറിയിച്ചു. അവൻ കൈ നീട്ടി അവളെ ഒന്ന് തലോടി. ഓഫീസിലെ തന്റെ മുറിയിൽ നരേൻ അവരെയും കാത്തിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ പുറത്തു നിന്നിരുന്ന പോലീസുകാരന്റെ അടുത്ത് പറഞ്ഞ ഉടനെ അകത്തേക്ക് കയറി ചെല്ലുവാനുള്ള അനുവാദം കിട്ടി. അകത്തേക്ക് കയറി ചെന്നതും മുന്നിലുള്ള കസേരകൾ ചൂണ്ടി നരേൻ അവരോട് ഇരിക്കാൻ പറഞ്ഞു.
എന്താണ് ഉടനെ കാണണമെന്ന് പറഞ്ഞത്? ഇരുന്ന ഉടനെ ആകാംക്ഷ മറച്ചു വെക്കാതെ ജഗത് ചോദിച്ചു. മേശവലിപ്പ് തുറന്ന നരേൻ സാംസങ്ങിന്റെ ഒരു മൊബൈൽ എടുത്ത് ജഗത്തിന്റെ മുന്നിൽ മേശപ്പുറത്തേക്ക് വെച്ചു. ഇത് അവൻ ആ മൊബൈൽ എടുത്ത് തിരിച്ചും മറിച്ചും നോക്കിയിട്ട് ചോദിച്ചു. ഇതാരുടേതാ? അന്ന് ആ തോട്ടത്തിൽ വെച്ച് സൂയിസൈഡ് ചെയ്തവന്റെ ആണോ? ഉള്ളിൽ തോന്നിയ സംശയവും അവൻ ചോദിച്ചു. അതെ, നീ എന്ന് പറഞ്ഞതുപോലെ അവന്റെ സ്വദേശം കൊൽക്കത്ത തന്നെയാ. ജഗത്തിന്റെ കയ്യിൽ നിന്നും ആ ഫോൺ തിരികെ വാങ്ങിയിട്ട് നരേൻ പറഞ്ഞു. അവന്റെ കോട്ടിനുള്ളിൽ കിടന്ന സ്വെറ്ററിന്റെയും അകത്തായിരുന്നു ഈ മൊബൈൽ ഉണ്ടായിരുന്നത്. പാസ്പോർട്ട് വെച്ച് ലോക്ക് ചെയ്തിരിക്കുകയായിരുന്നു. ഇന്നാ തുറന്നു കിട്ടിയത്. ഓക്കെ, പക്ഷെ ഇവളോടും കൂടി വരാൻ പറഞ്ഞത് എന്തിനാ? അത് ഈ ഫോണിലെ കുറച്ച് ആൾക്കാരുടെ ഫോട്ടോകൾ പേര് സഹിതം സേവ് ചെയ്തിട്ടുണ്ട്. നരേൻ ആ ഫോൺ ഓണാക്കി അതിലെ ഗാലറിയിൽ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു. ആ കൂട്ടത്തില് മിലിയുടെ ഏട്ടന്റെ ഫോട്ടോയും ഉണ്ട്. അതുകൊണ്ട് ബാക്കിയുള്ളവരുടെ ഫോട്ടോ മിലിയെ കാണിക്കാമെന്ന് ഓർത്താ ഞാൻ വരാൻ പറഞ്ഞത്. ആ കൂട്ടത്തിലുള്ള ആരെങ്കിലും മിലി കണ്ടിട്ടുണ്ടെങ്കിലോ? ഗാലറി ഓണാക്കിയ ഫോണുമായി നരൻ എഴുന്നേറ്റ് മിലിയുടെ അടുത്തേക്ക് വന്നു. ദാ ഈ കാണുന്നവന്മാരാരെങ്കിലും മിലിക്ക് പരിചയമുണ്ടോ എന്നൊന്ന് നോക്കിക്കേ. പറഞ്ഞും കൊണ്ട് നരൻ മൊബൈലിലെ ഫോട്ടോകൾ ഓരോന്നായി സ്ക്രോൾ ചെയ്തു. ജഗത്തും എഴുന്നേറ്റ് അവർ കരികിലേക്ക് വന്ന് നിന്നു. ആ മൊബൈലിൽ കണ്ട ഫോട്ടോകളിൽ പലതും നോർത്ത് ഇന്ത്യക്കാരുടേതായിരുന്നു. പിന്നീട് വന്നത് രാകേഷിന്റെ ഫോട്ടോ ആയിരുന്നു. അടുത്ത ഫോട്ടോയിലേക്ക് സ്ക്രോൾ ചെയ്യാൻ പോയ നരേന്റെ കൈകളെ മിലിയുടെ കൈകൾ തടഞ്ഞു. ഏട്ടന്റെ ഫോട്ടോ കണ്ട അവളുടെ കണ്ണുകൾ നിറയുന്നത് ശ്രദ്ധിച്ച ജഗത്ത് പിന്നിൽ നിന്നും അവളുടെ തോളിൽ മെല്ലെ ഒന്ന് പിടിച്ചു. ആശ്രയത്തിനെന്നോണം അവൾ കൈ ഉയർത്തി ആ കൈകൾക്ക് മേലെ വെച്ചു. നരേൻ അടുത്ത ഫോട്ടോ കാണിച്ചു. ഇത് പറഞ്ഞു വന്നത് നിർത്തിയിട്ട് മിലി ആ ഫോട്ടോയിലേക്ക് ഒന്നും കൂടി സൂക്ഷിച്ചു നോക്കി. ഇത് ഏട്ടന്റെ കൂട്ടുകാരനാ ശബരി. ഇയാൾ വഴിയാ ഏട്ടന് അവിടെ ജോലി കിട്ടിയത്. പക്ഷെ ഇയാളിപ്പോ ദുബായിലോ മറ്റോ ആണെന്നാ പറഞ്ഞത്. ഒന്ന് മൂളിയിട്ട് നരൻ ആ ഫോണിൽ ഉണ്ടായിരുന്ന ബാക്കി ഫോട്ടോകളും കാണിച്ചു. പക്ഷെ മറ്റുള്ളവർ മിലിക്ക് അറിയാവുന്നവരോ അവൾ കണ്ടിട്ടുള്ളവരോ ആയിരുന്നില്ല. നരൻ തിരികെ തന്റെ കസേരയിലേക്ക് പോയിരുന്നപ്പോ ജഗത്തും അവന്റെ കസേരയിലേക്ക് വന്നിരുന്നു. ഈ ശബരിയുടെ നാട്ടിലുള്ള വീട് എവിടെയാണെന്ന് മിലിക്ക് അറിയാവോ? നരൻ ചോദിച്ചപ്പോ അവൾ തല കുലുക്കി. അറിയാം, തിരൂര് തന്നെയാ. ഗുഡ്. നരൻ മുഖം തിരിച്ച് ജഗത്തിനെ നോക്കി. ഇവനെ പോക്കിയാലേ എന്തെങ്കിലും അറിയാൻ സാധിക്കൂ. ഞാൻ ഇന്ന് തന്നെ തിരൂരേക്കൊന്ന് പോവുകയാ. അവൻ എവിടെയാണെന്ന് അറിഞ്ഞ അങ്ങോട്ടേക്കൊന്ന് പോണം. ഒരു സീക്രട്ട് വിസിറ്റ്. ഇപ്പോ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അവൻ അറിയാവുന്നത് മുഴുവൻ പിഴുതെടുത്തിട്ടേ ഞാൻ തിരികെ വരൂ. ജഗത്ത് അവൻ പറയുന്നതും കേട്ടുകൊണ്ടിരുന്നതേയുള്ളൂ. മറ്റൊരു കാര്യമുള്ളത്, അന്ന് രാത്രി രാകേഷിന്റെ കയ്യിൽ നിന്നും മിലി കിട്ടിയ ആ കടലാസിലുണ്ടായിരുന്ന പേരുകളിൽ ചിലത് ഈ ഫോട്ടോകളിലുണ്ട്. ആ കടലാസിലുണ്ടായിരുന്ന പാസ്പോർട്ട് നമ്പറുകൾ വെച്ച് അന്വേഷിച്ചപ്പോ അത് കൊൽക്കത്തയിൽ നിന്നും ഇറാനിലേക്ക് പോയിട്ടുള്ള ആളുകളാണ്. അത് കേട്ടതും ജഗത്തിന്റെ കണ്ണുകൾ ഒന്ന് തിളങ്ങി. ആ തിളക്കം ശ്രദ്ധിച്ച നരേൻ ചിരിച്ചു. എന്നിട്ട് അവരുടെ കല്യാണം കഴിഞ്ഞോ? അതിനുശേഷമാണോ അവരെ കാണാതായത്? അത്രയും നേരം ചത്തതുപോലെ കണ്ണുമടച്ച് കസേരയിൽ ചാരിക്കിടന്ന സർവമതനൻ പെട്ടെന്നാണ് ചാടി എഴുന്നേറ്റ് ചോദിച്ചത്. പെട്ടെന്നുള്ള ആ ചോദ്യത്തിൽ ഒന്ന് ഞെട്ടിയതുപോലെ ശ്രാവണി നിശബ്ദയായി. അവൾ നിർത്തിയിടത്ത് നിന്നും ദിനൂപ് തുടർന്നു. അതെ സർ, പിന്നത്തെ ആഴ്ച തന്നെ അവരുടെ വിവാഹം നടന്നു. അത് കഴിഞ്ഞ് അവർ ഒരുമിച്ച കൊൽക്കത്തയിലേക്ക് പോയത്. ഓ, മനസ്സിലായി. അപ്പോ കൊൽക്കത്തയിൽ വെച്ച അവർ രണ്ടുപേരെയും കാണാതായത് അല്ലേ? ശരിയല്ലേ എന്ന് ഉറപ്പിക്കാനായി സർവമതനൻ ശ്രാവണിയെയും ദിനൂപിനെയും മാറി മാറി നോക്കി. അല്ല സർ. ശ്രാവണി അത് നിഷേധിച്ചപ്പോ സർവമതനൻ അസ്വസ്ഥനായതുപോലെ തോന്നിച്ചു. എങ്കിലും നിങ്ങൾ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയൂ, എന്നാലല്ലേ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കൂ. അയാൾ അനാവശ്യമായി കലഹിക്കാൻ തയ്യാറെടുക്കും പോലെ ശ്രാവണിയുടെ നേരെ തിരിഞ്ഞു. ആ സമയം അയാൾക്കൊരു കഴുകന്റെ ഭാവവും ചലനങ്ങളുമാണെന്ന് അവർക്ക് ഇരുവർക്കും തോന്നി. അത് പറഞ്ഞു വരികയാണ് സാർ. ഓക്കെ ഓക്കെ. കൈ ഉയർത്തി സ്വയം സമാധാനിപ്പിക്കും പോലെ പറഞ്ഞിട്ട് അയാൾ വീണ്ടും കണ്ണുകളടച്ച് കസേരയിലേക്ക് ചാരി. ശ്രാവണി ആശങ്കയുടെ ദിനൂപിനെ നോക്കി. അവൻ കണ്ണുകൾ കൊണ്ട് തുടരാനുള്ള സംജ്ഞ നൽകിയതോടെ ഒരു ദീർഘനിശ്വാസത്തോടെ അവൾ വീണ്ടും പറയാൻ തയ്യാറെടുത്തു. ഒരു കാര്യം ചോദിച്ചോട്ടെ? കണ്ണുകൾ തുറക്കാതെ തന്നെയായിരുന്നു സർവമതനന്റെ ചോദ്യം. ഈ രാകേഷ് മരിക്കുന്നതിന് മുൻപും അതിനുശേഷവും മിലിക്ക് നേരെ തുടരെ ആക്രമണങ്ങൾ ഉണ്ടായി. പക്ഷെ നാട്ടിൽ പോയി വന്നതിന് ശേഷം പിന്നീട് ആക്രമണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അല്ലേ? അതെ സർ. വിചിത്രമായിരിക്കുന്നല്ലോ. അക്കാര്യത്തെ പറ്റി ഞങ്ങളും അന്ന് സംസാരിച്ചതായിരുന്നു. എന്നിട്ട്
രാകേഷിന്റെ കയ്യിൽ നിന്നും കിട്ടിയ കടലാസിൽ കൂടുതൽ വിവരങ്ങളൊന്നുമില്ലെന്ന് മനസ്സിലാക്കിയതുകൊണ്ടാവും പിന്നീട് ആക്രമണങ്ങളൊന്നും നടക്കാതിരുന്നതെന്നാ അന്ന് ജഗത്തും നരേനും പറഞ്ഞത്. ആ കാര്യം അവരെങ്ങനെ അറിഞ്ഞു കാണും? കണ്ണടച്ചാണ് ആളുടെ കിടപ്പെങ്കിലും ചുണ്ടിൽ നേരിയൊരു ചിരിയുണ്ട്. അത് അന്നത്തെ ആ പിടിവലിക്കിടയിൽ കീറിപ്പോയ കടലാസിന്റെ ബാക്കി അവർക്ക് കിട്ടിക്കാണും. അങ്ങനെയാന്നേ അവർക്ക് അറിയാൻ സാധിക്കുമല്ലോ മിലിയുടെ കയ്യിൽ കൂടുതൽ തെളിവുകളൊന്നുമില്ല എന്ന്. നല്ല കാര്യം. പക്ഷെ എന്നിട്ടും മിലിയുടെ നേർക്ക് നാട്ടിൽ വെച്ച് ഒരു ആക്രമണം കൂടി ഉണ്ടായി, ശരിയല്ലേ? ആ ചോദ്യത്തിന് എന്തു മറുപടി പറയണമെന്നറിയാതെ ശ്രാവണിയും ദിനൂപും ഒരുപോലെ തലകുലുക്കി. മറുപടി കിട്ടാഞ്ഞിട്ടാണെന്ന് തോന്നുന്നു സർവമദനൻ കണ്ണുകൾ തുറന്ന് അവരെ നോക്കി. ശരിയല്ലേ? അയാൾ ഒരിക്കൽ കൂടി ചോദിച്ചു. ശരിയാണ് സർ. അതെന്തുകൊണ്ടാണ്? അവർക്ക് ഇരുവർക്കും വീണ്ടും മറുപടി ഇല്ലാതെയായി. അതേക്കുറിച്ച് നിങ്ങളുടെ IPSകാരൊന്നും പറഞ്ഞില്ലേ? ചോദ്യത്തിൽ അടങ്ങിയിരുന്ന പുച്ഛം തിരിച്ചറിഞ്ഞെങ്കിലും ശ്രാവണി പ്രതികരിച്ചില്ല. അപ്പോൾ മറ്റെന്തോ കാര്യം കൊണ്ടാണ് അവർ വീണ്ടും മിലിയെ ആക്രമിക്കാതിരുന്നത്, ശരിയല്ലേ? ആയിരിക്കാം സാർ. ആയിരിക്കാമെന്നല്ല, അതെ എന്നാണ് പറയേണ്ടത്. അതെ. ഉപാധികളില്ലാതെ ദിനൂപ് അത് ശരിവെച്ചു. പക്ഷേ ശ്രാവണി എന്തോ പറയാൻ ശ്രമിച്ചു. ഇനി എന്തോന്ന് അവര് പക്ഷേ. സർവമദനൻ മുഖം ചുളിച്ച് അവളെ നോക്കി. മിലിക്കും ജഗത്തിനും നേരെ വീണ്ടും ആക്രമണം ഉണ്ടായി സാർ. ഓ, അതെപ്പോ? എവിടെ വെച്ച്? കൊൽക്കത്തയിൽ വെച്ച്. ആക്ച്വലി ജഗത്ത് നേരത്തെ ഒരു കേസ് അന്വേഷിക്കുന്ന കാര്യം സാറിനോട് പറഞ്ഞല്ലോ. കേസ് അന്വേഷിച്ചിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ എന്ത് കേസാണെന്ന് നിങ്ങൾ ഇതുവരെ പറഞ്ഞില്ല. സോറി സാർ, അതൊരു മനുഷ്യക്കടത്തിന്റെ കേസായിരുന്നു. ജോലി വാഗ്ദാനം നൽകി ആളുകളെ വിദേശങ്ങളിലേക്ക് കടത്തിയിരുന്ന ഒരു ടീമിനെ പറ്റി കിട്ടിയ ഇൻഫർമേഷൻ ആയിരുന്നു ആ കേസിന് പിന്നില്. അതേക്കുറിച്ചാ ജഗത്ത് കൊൽക്കത്തയിൽ വെച്ച് അന്വേഷിച്ചിരുന്നത്. പക്ഷേ ഇടയ്ക്ക് വെച്ച് ഉന്നതങ്ങളിൽ നിന്നും ആ കേസ് മുന്നോട്ട് പോകാതിരിക്കാനുള്ള ഇടപെടലുകളൊക്കെ ഉണ്ടായി. അതിനെതിരെ നിലയുറപ്പിച്ചപ്പോ മേലുദ്യോഗസ്ഥരും രാഷ്ട്രീയത്തിലുള്ളവരും വരെ എതിരായി. ഒടുവിൽ ജോലി മുന്നോട്ട് കൊണ്ടുപോകാനാവാതെ വന്നപ്പോ അവൻ നിർത്തി പോരുകയായിരുന്നു. മിലിക്ക് ലഭിച്ച കടലാസ് കഷ്ണത്തിലുണ്ടായിരുന്ന പാസ്പോർട്ട് നമ്പറുകള് കൊൽക്കത്തയിൽ നിന്നും ഇറാനിലേക്ക് പോയവരുടെ ആയിരുന്നു എന്ന് നരേൻ പറഞ്ഞപ്പോ തന്നെ എനിക്ക് ആ സംശയം തോന്നിയിരുന്നതാ. ശ്രാവണി അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. ബാക്കി പറഞ്ഞോളൂ. വിവാഹം കഴിഞ്ഞിട്ട് എപ്പോഴാ അവർ കൊൽക്കത്തയിലേക്ക് പോയത്? എന്താ അവിടെ വെച്ച് സംഭവിച്ചത്? ആ ചോദ്യത്തിന് മറുപടിയായി ശ്രാവണി വീണ്ടും പറയാൻ തുടങ്ങി. നേതാജി സുഭാഷ് ചന്ദ്രബോസ് ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ റൺവേയിലേക്ക് ഇൻഡിഗോയുടെ വിമാനം താഴുമ്പോൾ മിലി കൗതുകപൂർവ്വം ചില്ലുജാലകത്തിലൂടെ വെളിയിലേക്ക് നോക്കി. ഇരുട്ടിൽ തെളിഞ്ഞു കാണുന്ന ലൈറ്റുകളുടെ ഒരു മായാപ്രപഞ്ചം താഴെ പരന്നു കിടക്കുന്നു. കറുത്ത ആകാശത്ത് നിന്നും ഭൂമിയിലേക്ക് പറന്നിറങ്ങുന്ന വലിയൊരു പക്ഷിയോട് അവൾ ആ വിമാനത്തെ സങ്കല്പിച്ചു. ചെറുതായി തെളിഞ്ഞു തുടങ്ങിയ കെട്ടിടങ്ങൾക്കൊക്കെ വലിപ്പം വെക്കുന്നതും റൺവേ സൂചിപ്പിക്കുന്ന ലൈറ്റുകൾ തെളിയുന്നതും അവൾ നോക്കിക്കണ്ടു. അവളുടെ ഒരു കൈ അപ്പോഴും ജഗത്തിന്റെ കൈകളെ ചുറ്റിപ്പിടിച്ചിരിക്കുകയായിരുന്നു. ആദ്യമായിട്ടുള്ള വിമാനയാത്ര എന്നതിലുപരി വിവാഹം കഴിഞ്ഞതിന്റെ അന്ന് തന്നെയുള്ള ഒരു യാത്ര എന്നതായിരുന്നു അവളെ ഏറെ സന്തോഷിപ്പിച്ചത്. കാലിലെ പ്ലാസ്റ്റർ വെട്ടി 2 ദിവസത്തിനുള്ളിൽ പറഞ്ഞിരുന്നത് പോലെ ഓംകാരേശ്വര ക്ഷേത്രത്തിൽ വിവാഹം കഴിഞ്ഞുള്ള യാത്രയായിരുന്നു അത്. വിവാഹത്തെപ്പറ്റി നാട്ടിൽ സനികയെ അറിയിച്ചിരുന്നെങ്കിലും മറ്റാരും അറിയണ്ട എന്ന് പറഞ്ഞിരുന്നതിനാൽ അവൾക്കും കല്യാണത്തിന് പങ്കെടുക്കാൻ സാധിച്ചില്ല. ജഗത്തിന്റെ കുറച്ച് കൂട്ടുകാർ മാത്രം പങ്കെടുത്ത ഒരു വിവാഹമായിരുന്നുവെങ്കിലും മിലി സന്തോഷവതിയായിരുന്നു. ആരോരുമില്ലാതിരുന്ന ലോകത്ത് സ്നേഹം നിറഞ്ഞൊരു കൂട്ട് കിട്ടിയതിന്റെ സന്തോഷവും ഉത്സാഹവും അവളുടെ മുഖത്ത് തെളിഞ്ഞു നിന്നു. കൊൽക്കത്തയിൽ കുറച്ചു ദിവസം തങ്ങിയിട്ട് രാകേഷിന്റെയും കോതണ്ട നഞ്ചപ്പയുടെയും മരണങ്ങളുമായി താൻ നേരത്തെ അന്വേഷിച്ചിരുന്ന കേസിന് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് അറിയുകയായിരുന്നു ജഗത്തിന്റെ ലക്ഷ്യം. എന്നാൽ മിലിയെ സംബന്ധിച്ച് അതൊരു ഹണിമൂൺ ട്രിപ്പായിരുന്നു. കേരളത്തിന്റെ വെളിയിലേക്ക് ഇന്നേവരെ പോയിട്ടില്ലാത്തവൾക്ക് കൊൽക്കത്തയും ആഗ്രയും അത് കഴിഞ്ഞ് കുളു മണാലിയും അവിടെ നിന്ന് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലേക്കൊരു യാത്രയുമെന്ന് ജഗത്ത് പറഞ്ഞപ്പോ ലോകം കീഴടക്കിയ സന്തോഷമായിരുന്നു. വിമാനത്തിന്റെ ടയറുകൾ റൺവേയിൽ തൊട്ടതിന്റെ കുലുക്കം ശരീരത്തിലേക്ക് പടർന്നപ്പോൾ അവൾ ഭയത്തോടെ ജഗത്തിന്റെ കയ്യിൽ പിടിമുറുക്കി. അവൻ വലത്ത് കൈയെടുത്ത് അവളുടെ കൈകൾക്ക് മീതെ വെച്ച് ധൈര്യം പകർന്നു. വേഗത കുറഞ്ഞ വിമാനം റൺവേയിലൂടെ കറങ്ങിത്തിരിഞ്ഞ് ടെർമിനൽ 2 ഗേറ്റ് വേയോട് ചേർന്ന് നിന്നു. മുകളിൽ നിന്നും ബാക്ക് പാക്കുകൾ എടുത്തിട്ട് വിമാനത്തിൽ നിന്നും ഇറങ്ങാൻ നിൽക്കുന്നവരോടൊപ്പം അവരും കൂടി. ചെക്ക് ഇൻ ലഗേജുകളും എടുത്ത് വെളിയിലേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ ഏകദേശം 50 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരു വ്യക്തി അവരെയും കാത്തു നിൽപ്പുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കൂടെ 40 വയസ്സിനടുത്ത് പ്രായമുള്ള മറ്റൊരാളും ഉണ്ടായിരുന്നു. ജഗത്തിനെ കണ്ടപ്പോൾ ആ പ്രായമുള്ള വ്യക്തി സ്നേഹത്തോടെ ചിരിക്കുന്നതും ട്രോളിയിൽ നിന്നും പിടിവിട്ട ജഗത്ത് അയാളെ സന്തോഷത്തോടെ കെട്ടിപ്പിടിക്കുന്നതും മിലി കൗതുകത്തോടെ നോക്കി നിന്നു. മിലു, ഇതാ ശൈലേന്ദ്രൻ സാറ്.
ഇവിടെ ജോയിന്റ് കമ്മീഷണർ ആയിരുന്നു. സർ, ഇതാ എന്റെ വൈഫ് മിലിക. ഹായ് മിലി. ശൈലേന്ദ്രൻ സാർ അവളെ നോക്കി തൊഴുതു. അവളും അദ്ദേഹത്തെ തിരികെ തൊഴുതു. ആ കേസ് അന്വേഷിക്കുമ്പോ സാറായിരുന്നു ചാർജ്. ജഗത്ത് അവൾക്ക് പറഞ്ഞു കൊടുത്തു. താൻ പോയ പുറകെ ഞാൻ ഉറങ്ങി. വയ്യടോ, കണ്ടവന്റെയൊക്കെ പൃഷ്ഠം താങ്ങി മടുത്തു. ശൈലേന്ദ്രൻ സാർ കൂടെ ഉണ്ടായിരുന്ന ആളോട് പറഞ്ഞു. സാധുറാം, എ ട്രോളി ദാർ. അദ്ദേഹം കൂടെ ഉണ്ടായിരുന്ന ആളോട് പറഞ്ഞതും അയാൾ ലഗേജുകളിരുന്ന ട്രോളി തള്ളാൻ തുടങ്ങുന്നതും അവൾ കണ്ടു. എന്നാലും താൻ നല്ല ആളാ, ആരെയും അറിയിക്കാതെ വിവാഹം അങ്ങ് നടത്തി കളഞ്ഞു അല്ലേ? ജഗത്തിന്റെ കയ്യിൽ തൂങ്ങി പുറത്തേക്ക് നടക്കുമ്പോ ശൈലേന്ദ്രൻ സാർ ചോദിക്കുന്നത് കേട്ട് മിലി ജഗത്തിനെ പാളിയൊന്ന് നോക്കി. സ്വന്തം അമ്മയെ പോലും അറിയിക്കാതെയാ നടത്തിയ സാർ. അതായിരുന്നു അവസ്ഥ. ആ നടക്കട്ടെ. പക്ഷെ അന്ന് തന്റെ ടീമിലുണ്ടായിരുന്നവരൊക്കെ താൻ വരുന്ന കാര്യം അറിഞ്ഞിട്ടുണ്ട്. പാർട്ടി വേണമെന്ന് അവരൊക്കെ നിർബന്ധവും പറഞ്ഞിട്ടുണ്ട്. എന്തായാലും താനൊന്ന് എത്തിക്കോട്ടെ, ബാക്കിയൊക്കെ ശരിയാക്കാൻ ഒന്നും പറഞ്ഞ് സമാധാനിപ്പിച്ചിരിക്കുകയാ ഞാൻ. ജഗത്ത് ചിരിച്ചു. നമ്മള് ഈ സാറിന്റെ വീട്ടിലാണോ താമസിക്കുന്നത്? മിലി ശബ്ദം താഴ്ത്തി ചോദിച്ചു. ഇന്ന് രാത്രി, നാളെ നമ്മൾ ഹോട്ടലിലേക്ക് മാറും. അവൾ തല കുലുക്കി. എന്താ ശ്രീമതിക്കൊരു സംശയം? ഇന്ന് സാറിന്റെ വീട്ടിലാണോ താമസിക്കുന്നതെന്ന് അവൾ ചോദിക്കുക. ഇന്ന് നിങ്ങളുടെ ഫസ്റ്റ് നൈറ്റ് ആണെന്ന കാര്യമൊക്കെ അറിയാം, പേടിക്കണ്ട. അതിനുള്ള കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. മുന്നിലേക്ക് നോക്കി നടക്കുന്നതിനിടയിൽ ശൈലേന്ദ്രൻ സാർ പറഞ്ഞത് കേട്ട് മിലിയുടെ മുഖം ചുവന്നു. അവൾ ജഗത്തിന്റെ കയ്യിൽ ചുമ്മാ ഒന്ന് നുള്ളി. എന്തോ നാടി കുഞ്ഞ നുള്ളി പറിക്കുന്നേ? വീട്ടിലെത്തട്ടെ, നുള്ളാനും പിച്ചാനുമുള്ള സമയമൊക്കെ തരാൻ കേട്ടോ. അവൾ കപട ദേഷ്യത്തോടെ ഒന്ന് കെറിവിച്ചു. അവരെയും കൊണ്ട് ശൈലേന്ദ്രൻ സാറിന്റെ മഹീന്ദ്ര താർ വിമാനത്താവളത്തിന്റെ ചെക്ക് പോസ്റ്റും കടന്ന് മുന്നോട്ട് നീങ്ങിയപ്പോ അല്പം ദൂരെയായി റോഡരികിൽ ഇരുളിന്റെ മറവും പറ്റി കിടന്നിരുന്ന ഒരു മാരുതി കാറിന്റെ ഹെഡ്ലൈറ്റുകൾ തെളിഞ്ഞു. തുടരും. മടിക്കേരിയിലെ നിഗൂഢതകൾ അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കഥയ്ക്ക് അഭിപ്രായങ്ങളും ലൈക്കുകളും ഹൈപ്പും ഒക്കെ നൽകുന്നതിനോടൊപ്പം തന്നെ കഥയുടെ ലിങ്ക് കഴിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൂടി കൊടുത്ത് സഹായിക്കണേ. താങ്ക് യു. See you soon.